+2 റിസൾട്ട് വന്നു. പക്ഷേ സന്തോഷം തോന്നിയ ഒരു വിജയം അത് അടൂർ ബൈപ്പാസിൽ. അതെ, എന്നെ ഇവിടെ നിന്ന് കരിക്ക് വെട്ടുന്ന ഒരാളെ കണ്ടില്ലേ? മോനെ തിരിഞ്ഞാ ആണ്, ബീഹാർ സ്വദേശിയാണ്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം 8 കൊല്ലമായി. അത് 5ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇപ്പം +2 മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഈ പയ്യൻ ബീഹാറിൽ നിന്നും. മോനെ പേരെന്തായിരുന്നു? ആസിഖ് ഫറിയാദ്. ആസിഖ്. എത്ര ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്? ഞാൻ അടൂർ ബോയ്സിലാണ് പഠിച്ചത്. ഏത് വിഷയമായിരുന്നു? ഹ്യൂമാനിറ്റീസ് അല്ലേ? എന്നാലും നോക്കണം, ഇവിടെ കരിക്ക് വെട്ടിക്കൊടുത്തും കഷ്ടപ്പെട്ട് പഠിച്ച മിന്നും വിജയമാണ് +2. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാര്യം പഠിക്കാനും ഡ്രസ്സായാലും പുസ്തകങ്ങളും ഒക്കെ ഒരു ജോലിക്കും പാതെ വീട്ടിലിരുന്ന് പഠിച്ച വിജയം നേടിയവരുണ്ട്. പക്ഷേ അത് നല്ല കാര്യം. പക്ഷേ ഇതിവിടെ നിന്ന് അധ്വാനിച്ച്, അതായത് കരിക്ക് വെട്ടിക്കൊടുത്ത് അധ്വാനിച്ചാണ് ഈ +2 മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അമ്മയും അച്ഛനും എൻ്റെ അനിയൻ ഞാൻ. 2 പേര്, 4 പേര്, മൊത്തം 4 പേര്. മലയാളമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിച്ചത് അതല്ലേ? അപ്പോൾ മലയാളം നല്ലപോലെ സംസാരിക്കും, എഴുതാനും വായിക്കാനും എല്ലാം അറിയാം, നല്ലപോലെ അറിയാം അല്ലേ? അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടി? ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഒരു എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്തിട്ട് ഇനി എന്തോ സിവിൽ സർവൻറ്റിന് പ്രിപ്പറേഷൻ ചെയ്യാം. സിവിൽ സർവീസിന് വളർന്നു വരുന്ന ഒരു IAS IPS കാരനാണ് ഈ നിന്ന് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. പക്ഷേ ഒരുപാട് പേരുണ്ട് ഈ കഷ്ടപ്പെട്ട് പഠിച്ചു വന്നേ. അതുപോലെ ഒരു മാതൃകയാവേണ്ട ഒരു പയ്യനാണ് കേട്ടോ. അത് നീ ഉറപ്പായിട്ടും ഒരു IAS കാരനോ IPS കാരനോ ആയി മാറും. പിന്നെ അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പം 10ാം ക്ലാസ് പാസ്സായി. ഇനി +1 അഡ്മിഷൻ കൊടുത്തേക്കുക. 10ാം ക്ലാസ് പാസ്സായി. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഇവിടെ കരിക്ക് കടയാ. അപ്പം നാട്ടിൽ പോയേക്കുക.